അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗാസയിലേക്ക് തന്നെയാണ്. അവിടെ നടക്കുന്ന കൂട്ടക്കുരുതിയുടെ വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധവും ആകാശയുദ്ധവും കനത്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഇന്നലെ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 കുട്ടികൾ പട്ടിണി കാരണം മരിക്കുകയായിരുന്നു. ഗാസ സിറ്റിയെ കൂടാതെ ദൈറുൽ ബാല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യമെത്തി. അതേസമയം ഗാസയിൽ നടക്കുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ലോക ജനത ഇന്നു മുതൽ ഞായറാഴ്ച വരെ തെരുവിൽ പ്രതിഷേധിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹമാസ്. അതിനിടെ തെക്കൻ ലെബനോനിലേക്കും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ആകുലതപ്പെടുന്നതൊക്കെ ഗാസയിലെ ജനതയെ ഓർത്തുകൊണ്ടാണ്. അവിടെ ഇസ്രായേൽ മനുഷ്യക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിളവും അതിന് ഒരു ഘട്ടത്തിലും നൽകില്ല എന്നതുകൂടി വ്യക്തമായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കെല്ലാം. നിലവിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഈ കൂട്ടപ്പലായനമടക്കം വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് ഉള്ളത്. വേദനിപ്പിക്കുന്ന വിവരങ്ങൾ മാത്രമേ അവിടെ നിന്ന് പങ്കുവെക്കാനുള്ളൂ എന്നും അറിയാം. അരിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും 100ലധികം പേർ ഈ കരയുദ്ധത്തിൽ ഒപ്പം തന്നെ ആകാശ മാർഗമുള്ള ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു. ഇതിൽ കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. അതിൽ പലായനം ചെയ്തവരിലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഗാസ സിറ്റിയിലുള്ള 60ഓളം പേരും പലായനം ചെയ്ത ആ വഴിയിൽ ആക്രമണം നടന്നപ്പോൾ മരിച്ചു വീണവരുമാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 102ഓളം പേർ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ അതിൻ്റെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇസ്രായേൽ ക്യാറ്റ്സ്, അവരുടെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഒരു ആഹ്വാനം നടത്തുന്നു എക്സിലൂടെ. ഇനി ഗാസ സിറ്റിക്ക് മുകളിൽ ഇത്തരത്തിൽ തീമഴ പെയ്യിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ കുറിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം കൂടുതൽ അതിശക്തമായി കടുപ്പിക്കുകയും കരയുദ്ധം അതിൻ്റെ ശക്തി പ്രാപിക്കുകയും ചെയ്ത വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഒരേപോലെ തന്നെ ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസ സിറ്റിക്ക് പുറമെ ദൈറുൽ അൽ സദ എന്ന മറ്റു പ്രദേശത്തോടു കൂടി അവിടേക്കു കൂടി ഇത്തരത്തിൽ സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അവിടെ ഏകദേശം 1,00,000-ന് താഴെ ആളുകൾ താമസിക്കുന്ന ഒരു കോസ്റ്റൽ ഏരിയ കൂടിയാണ് ഈ പ്രദേശം. അവിടേക്ക് കൂടി ഇസ്രായേൽ സൈന്യം എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും വടക്കൻ ഗാസയിൽ ഏകദേശം 7 ലക്ഷത്തോളം പേർ ഇപ്പോഴും കഴിയുന്നുണ്ട്. ഈ ഗാസ സിറ്റിയിലും അത്രത്തോളം ആളുകൾ കഴിയുന്നുള്ള ഒരു സാഹചര്യമാണ്. ഇവരെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട്, അതായത് അൽറാഷിദ് പാത ആ മേഖലയിലാണുള്ളത്, ഒരു കോസ്റ്റൽ ഏരിയ കൂടിയാണ്. ആ മേഖലയിൽ എത്തിച്ച് അവിടെ നിന്ന് അൽറാഷിദ് പാതയിലൂടെ തെക്കൻ ഗാസയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷേ ഇപ്പോഴും ഇതിൽ വിമുഖത കാണിക്കുന്ന ഗാസ സിറ്റിയിലെ ജനങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇവർ തെക്കൻ ഗാസയിലേക്ക് പോയാൽ പോലും തന്നെ അവിടെ രക്ഷയില്ല എന്ന് ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് അവിടേക്ക് പോയാൽ പോലും പട്ടിണി മൂലം മരണപ്പെടേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ആ പോകുന്ന പാതയിൽ തങ്ങൾ വെടിയേറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കുകയാണെങ്കിൽ സ്വന്തം മണ്ണിൽ കിടന്ന് തന്നെ മരിക്കുന്നതല്ലേ നല്ലേ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട് പലരും ഇപ്പോഴും ഗാസ സിറ്റി വിടാൻ മടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ സൈന്യം ഇവരെ മുഴുവൻ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അടങ്ങൂ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കൊല്ലപ്പെട്ടവരെ ഓർത്ത് കരയുന്ന പ്രിയപ്പെട്ടവർ, ഒപ്പം തന്നെ ഭയചകിതരായ കുരുന്നുകൾ, ഭക്ഷണത്തിനായി കൈനീട്ടുന്ന ബാലയങ്ങൾ, കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഭയചകിതരായി നെട്ടോട്ടം മൂടുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്നവർ ഇത്തരത്തിൽ തെക്കൻ ഗാസയിൽ നിറഞ്ഞിരിക്കുകയാണ്. താൽക്കാലിക ടെന്റുകളിലായി നിരവധി പേരാണുള്ളത് എന്നുള്ളതാണ്. ഒരു ടെന്റിലൊക്കെ താമസിക്കാവുന്നതിനും അധികം ആളുകൾ താമസിക്കുകയാണ്. ഒപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ക്ഷാമം അവിടെ വളരെ രൂക്ഷമാണ്. പട്ടിണി മൂലം പലരും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഇതിൽ
കുരുന്നുകളടക്കം ഒരു ഇറ്റ് വെള്ളം പോലും ലഭിക്കാതെ മരണപ്പെടുന്ന അതിദയനീയമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. എന്തായാലും 1994 ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ തന്നെ അത്രയും വലിയൊരു വംശീയഹത്യ ആണ് നടക്കുന്നത് എന്ന UN-ന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. UN-ന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തായിരുന്നു. അത്തരത്തിൽ ആ വംശീയഹത്യ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാമർശം UN തന്നെ നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു തരത്തിലും ഹമാസിന്റെ അവസാനത്തെ കണ്ണിയെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ ഗാസ സിറ്റിയിൽ അല്ലെങ്കിൽ ഗാസയിൽ നടത്തുന്ന ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിത നയവുമായി ഇസ്രായേൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സാധാരണക്കാരായ എത്രയോ മനുഷ്യരാണ് പിടഞ്ഞു വീണ് മരിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മിഥുൻ നമുക്കറിയാം. ഈ വംശഹത്യ നോക്കി നിൽക്കുന്നത് തന്നെ, ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇത്തരത്തിൽ കുറ്റകരമായ മൗനം തുടരുന്നത് തന്നെ അങ്ങനെ അത്തരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഈ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ പോലും വരുന്നില്ലേ? ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടണമെന്ന് മറ്റ് ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്? ഏതൊക്കെ തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ലോകത്തിന്റെ മറ്റു കോണുകളിൽ നിന്ന്? ഇന്നലെ UN രക്ഷാ കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. 15 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങളും ഇതിനോട് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക മാത്രമാണ് ഇത് വീറ്റോ ചെയ്തിരിക്കുന്നത്. അതിലൂടെ വ്യക്തമായ ഒരു സൂചന നൽകുന്നു. ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു മനുഷ്യക്കുരുതിക്ക് അമേരിക്ക മൗന സമ്മതം നൽകുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടക്കുരുതി ഗാസയിൽ നടക്കുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള നടപടിയായിരുന്നു ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. നമുക്കറിയാം, ഇതിനു മുമ്പും UN-ൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അമേരിക്ക വിട്ടുനിൽക്കുന്നതായിരുന്നു. 6 തവണ ഇതിനു മുമ്പ് ഈ രീതിയിൽ അമേരിക്ക വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഈ പ്രമേയം പാസ്സാക്കുന്ന വേളയിൽ അമേരിക്ക ഇത് വീറ്റോ ചെയ്ത് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പരസ്യമായ പിന്തുണ ഇസ്രായേലിന് ഈ വിഷയത്തിൽ അമേരിക്ക നൽകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊന്ന്, അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അവർ ഒത്തുകൂടുകയും ഒപ്പം തന്നെ ഇസ്രായേലിനെ ഒരുമിച്ച് പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ ചില നടപടികൾ കൈക്കൊണ്ടതല്ലാതെ മറ്റ് നീക്കുപോക്കുകളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അനന്തമായി നീണ്ടുപോകുന്ന വെടിനിർത്തൽ ചർച്ചകൾ അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നലത്തെ UN രക്ഷാ കൗൺസിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ ആവശ്യത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മധ്യസ്ഥ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട നേരത്തെ ഇതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യം. അവരുടെ രാജ്യത്തെ ആക്രമിച്ചതിന് പിന്നാലെ ഉച്ചകോടി വിളിക്കുന്നു. അറബ് ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നു. അതിൽ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതിരോധ നടപടികളിലേക്കൊക്കെ നീങ്ങാമെന്നുള്ള ഒരു ആഹ്വാനം നടത്തിയതല്ലാതെ അതിനുശേഷം ഗാസയിലെ ഈ കൂട്ടക്കുരുതിയിൽ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാനോ ഇതുവരെയും ഇവർക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജർമ്മനിയും ഒപ്പം തന്നെ ചൈനയും ഈ വംശീയഹത്യ, ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ നിരവധി പേർ മരിച്ചു വീഴുന്ന സാഹചര്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് ചൈനയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർത്തുകയും ചെയ്യുമ്പോൾ പോലും തന്നെ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും തന്നെ യാതൊരുവിധ രീതിയിലും തങ്ങളെ ബാധിക്കില്ല, അതൊന്നും വകവെക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തതുപോലെ IDF അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവർ കരുതുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്നത് ഇപ്പോഴും ഗാസ സിറ്റിയിൽ 3000-ലധികം ഹമാസിന്റെ അംഗങ്ങളുണ്ട്. അവരെയൊക്കെ പൂർണ്ണമായും വകവരുത്തണം. അതിനുശേഷം മാത്രമേ തങ്ങൾ ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പലായനം ചെയ്തവരുടെ എണ്ണം ഗാസ സിറ്റിയിൽ നിന്ന് ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം കഴിഞ്ഞ 48 മണിക്കൂറുകളായി ഈ അൽ റാഷിദ് പാത തുറന്നിട്ടിരിക്കുകയാണ്. ആ മേഖലയിലൂടെ ജനങ്ങൾക്ക് തെക്കൻ ഗാസയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിലൂടെ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ള അനൗദ്യോഗിക കണക്കുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും 7 ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മിഥുൻ തുടരുക.